ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിശങ്കർ വന്നിട്ട് വാതിൽമുനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അലീന ഇങ്ങനെ തല പൊന്തിച്ച് നോക്കുന്നുണ്ട്. അതിന് ശേഷം അലീന അങ്ങോട്ട് കിടക്കും കേട്ടോ. ഉറങ്ങാനായിട്ട് കണ്ണടച്ച് കിടക്കും, തിരിഞ്ഞ് കിടക്കും. അതിനുശേഷം വീണ്ടും ഹരിശങ്കർ ഇങ്ങനെ വാതിലിൻ്റെ ലോക്ക് പിടിച്ച് തിരിക്കുക. ഭയങ്കര ശബ്ദം കേൾക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു ശബ്ദം കേട്ടിട്ട്. ലാസ്റ്റ് അലീന തലയിൽ കൂടെ പുതപ്പിട്ട് കിടക്കും. മിണ്ടൂല കേട്ടോ, അവിടെ തന്നെ കിടക്കും. ഹരിശങ്കറിനാണ് ദേഷ്യം വന്നിട്ട് ഇവിടെ ഞാൻ എന്നൊക്കെ പറഞ്ഞായിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് ഇറങ്ങിപ്പോകും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേബിളൊക്കെ ആകെ വൃത്തിയേടായിരിക്കുന്നു. അപ്പോൾ വേസ്റ്റും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരിശങ്കർ അവിടേക്ക് വരികയാണ് കേട്ടോ. അലീന മൈൻഡ് ചെയ്യുന്നില്ലേ, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അലീന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരിശങ്കറാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടെ നടന്ന് പറയുകയാണ്, അതെ ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഒരുപാട് മുട്ടി, എൻ്റെ ഉറങ്ങിപ്പോയാ ഞാൻ കുറേ സമയം നോക്കി നിന്നു, പക്ഷെ തുറന്നില്ലല്ലോ, എന്താ ഒന്നും പറയാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അലീന ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. ഹരിശങ്കർ ദേഷ്യം വരികയാണ്. അലീന ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേശപ്പുറം ക്ലീനാക്കി അതുപോലെ വേസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഹരിശങ്കർ ദേഷ്യം വന്നത്, നിനക്ക് എന്താ ഞാൻ പറയുന്നത് കേട്ടൂടെ നിനക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കേൾക്കുന്നുണ്ട്, ഒന്ന് മാറി നിൽക്കോ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും അലീന കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിലേക്ക് പോയിട്ട് വീണ്ടും വരികയാണ് കേട്ടോ. ടേബിൾ തുടയ്ക്കാനുള്ള തുണിയും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് തുടയ്ക്കുന്നുണ്ട്. അത് ബ്രഷ് എടുത്തിട്ട് അവിടെയൊക്കെ തുടയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ മുറി ഒന്ന് വൃത്തിയാക്കണം, ഇപ്പോൾ തന്നെ വൃത്തിയാക്കണം. അതിനെന്താ വൃത്തിയാക്കാം, എന്നാൽ വേഗം വായു എന്ന് പറഞ്ഞിട്ട് ഹരിശങ്കർ റൂമിലേക്ക് പോകുകയാണ്. ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം ബക്കറ്റും വെള്ളവും ബ്രഷും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഹരിശങ്കർ റൂമിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഹരിശങ്കർ നോക്കുകയാണ് കേട്ടോ. അലീനനെ അടിമുടിയൊന്ന് നോക്കുകയാണ്. എന്നിട്ട് ബ്രഷ് എടുത്ത് അലീന ഒന്നും അറിയാത്തതുപോലെ, ഒന്നും സംഭവിച്ചില്ലാത്ത പോലെ അടിച്ചു വരികയാണ്. ഈ സമയത്ത് വാതിലടിച്ചിട്ട് അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് അലീനയുടെ തോളിൽ കൈ വയ്ക്കുകയാണ്. അപ്പോൾ അലീന പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് പറയും, കൈയെടുക്ക് എന്ന് പറയും. നിനക്ക് എന്താ വേണ്ടത്, എനിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ തരാം. എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറയട്ടെ. അതെ, ഒരു സഹോദരൻ ഒരു സഹോദരിയെ കാണുന്നത് പോലെ എന്നെ കാണണം. പിന്നെ ജോലിക്ക് വന്ന നിന്നല്ല ഞാൻ സഹോദരിനെ കാണാൻ പോകുന്നത്. ഇതേ കൈതയ്ക്കൽ മാളിയേക്കൽ തറവാടാണ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈതയ്ക്കൽ മാളിയേക്കൽ തറവാട്ടിലെ ആണുങ്ങളുടെ മാന്യതെങ്കിലും കാണിക്കണം എന്ന് പറയുകയാണേ. അപ്പോൾ ഹരിശങ്കറിന് മൊത്തൊരു അടി കിട്ടിയ പോലെയാണ് കേട്ടോ ആ ഒരു സംസാരം. അപ്പോൾ പറഞ്ഞാണ്ട്, അതെ ആ മനുഷ്യട്ടൊക്കെ എത്ര ഡീസൻ്റാണ്, എത്ര നല്ല രീതിയിലാണ് പെരുമാറുന്നത്, ആ മനുഷ്യൻ്റെ അനിയൻ തന്നെയല്ലേ നീയും എന്ന് ചോദിക്കുകയാണേ. അതെ, നിന്നെ പോലെ പല എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ടെടി എന്ന് മറ്റു അളമാരി പോയിട്ട് കുറച്ച് പൈസ എടുക്കണം. നിനക്ക് എത്ര വേണം, 5000 വേണം. എന്നിട്ട് 3 500 നോട്ട് എടുത്തിട്ട് നീട്ടി കാണിക്കുകയാണ് കേട്ടോ. അതെ ഇത് പിടിച്ചോ എന്ന് പറയണം. അപ്പോൾ അലീന ആ കയ്യിൽ പിടിക്കുകയാണ്. കൈ പിടിച്ചിട്ട് ആ പൈസ എടുത്ത് കൈ പൈസയോട് കൂടിയിട്ട് ചുരുട്ടിങ്ങായിട്ട് താഴത്തേക്ക് മാറ്റാണ്. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് പൈസയും വേണ്ട, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ എന്ന് പറയാണ്. ഇതുപോലെ പല എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടെടി. നീ പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ ഗോൾഡ് വേണോ, 2 പവൻ്റെ ചെയ്യും ഞാൻ എടുത്തു തരാം നിനക്ക്. എനിക്ക് ഗോൾഡും വേണ്ട, പൈസയും വേണ്ട, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരാളല്ല, ആ രീതിയിൽ എന്നോട് പെരുമാറിയാൽ മതി എന്ന് പറയും. ദേഷ്യം വന്നിട്ട് ഹരിശങ്കർ ആ ഒരു പേഴ്സ് എടുത്തിട്ട് വലിച്ചെറിയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നൊക്കെ സഹോദരിയായിട്ട് കാണാനോ അല്ലെങ്കിൽ നീ പറയുന്ന അനുസരിക്കാനൊന്നും എനിക്ക് മനസ്സിലടി, ഇറങ്ങി പോടി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കൈവീശാണ് കേട്ടോ പുറത്തേക്ക്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് അലീനനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അപ്പോൾ അലീന എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ ബ്രഷും ബക്കറ്റൊക്കെ എടുത്ത് പോകും. നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്നൊക്കെ ഹരിശങ്കർ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു ഫോൺ റിങ് ചെയ്യണമെമ്പോൾ രോഹിത് ആ ഫോൺ എടുത്തുകൊണ്ട് കൊടുക്കും. അപ്പോൾ അതിലേക്ക് വിളിക്കുന്നത് വൈജയന്തിയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുക, ആരോടാണ് മറ്റേ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ നേരം ആയല്ലോ, ഏത് പെണ്ണിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ ഒരു സുന്ദരി പെണ്ണിനോട്. എന്താ ഒന്നാക്കിയത് 5 എണ്ണാക്കി കൂടെ എന്ന് ചോദിക്കണം. അപ്പോൾ പറയുന്നുണ്ട് ബാലേന്ദ്രൻ, ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്, നീ എവിടെയാണാവോ, ഞാൻ എൻ്റെ സിംഹാസനത്തിൽ. നീ ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയാൻ. അപ്പോൾ വൈജയന്തി പറയും, അതെ നാളെ ശിവേട്ടൻ പോവുകയാണ്, അങ്ങോട്ട് പോകണ്ടേ, നിൻ്റെ ആങ്ങളല്ലേ, നീ പൊക്കോ, അവിടെ വറക്കാനും പൊരിക്കാനും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ പോയിക്കോടി, ഞാൻ വൈകിട്ട് വന്നോളാം, ഞാൻ വരുമ്പോഴേ ടച്ചിങ്സും കാര്യങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാവും, അതെന്തായാലും രാത്രിയിലേ നടക്കുള്ളൂ, അതിന് രാത്രി വരാം എന്ന് പറയാനേ. പിള്ളേരെ കൊണ്ടുപോണ്ടേ? വേണ്ട, അവർക്ക് നാളെ ട്യൂഷനൊക്കെ ഉള്ളല്ലേ, ക്ലാസ് ഉണ്ട് ബാലേന്ദ്ര, അപ്പോൾ പിന്നെ എന്തിനാണ് അവരെ കൊണ്ടുപോകുന്നത് എന്ന് പറയും. ശരി എന്നാൽ നീ പോക്കോ, ഞാൻ ബാങ്കിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോകും, ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. അതിനുശേഷം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മോളുടെ അടുത്തേക്ക് വരാം. അപ്പോൾ മോള് ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ പോരണ്ടേ തറവാട്ടിലേക്ക്? വേണ്ട, നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച പോയത്. അപ്പോൾ അതെ, അപ്പോൾ അച്ഛമ്മനെ കൊണ്ടുവരില്ലേ ഇവിടെ, അച്ഛമ്മനല്ല മുത്തശ്ശിനെ കൊണ്ടുവരില്ലേ ഇങ്ങോട്ടെന്ന് ചോദിക്കും. മുത്തശ്ശിനെ കൊണ്ടുവരുമായിരിക്കും, അമ്മയല്ലേ അതൊക്കെ തീരുമാനിക്കുന്നത്, ചിലപ്പോൾ കളഞ്ഞുകൊണ്ട് വരാൻ എന്താ പൂച്ചക്കുട്ടിയെന്ന് ചോദിക്കാൻ കേട്ടോ മോള്.
ഈ സമയം ബാലേന്ദ്രൻ ചിരിക്കുകയാണ്. അപ്പോൾ ആ ജോലിക്കാരെയും കൂടെ കൂട്ടുമായിരിക്കല്ലേ എന്ന് മോള് ചോദിക്കും. പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ നിൻ്റെ അമ്മ തീരുമാനിക്കണം. അച്ഛൻ എന്താ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി അനുസരിച്ച് കൊടുക്കുന്നത്? അച്ഛൻ്റേതായ അഭിപ്രായമില്ലേ എന്ന് മോള് ചോദിക്കുമ്പോൾ അതെ, കുടുംബ സമാധാനത്തിന് അതാണ് മോളെ നല്ലത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന വരികയാണ്. അതെ, നമുക്ക് കുഴമ്പൊക്കെ തേച്ച് എണ്ണൊക്കെ തേച്ച് കുളിച്ച് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരിയാവണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി പറയണം, ഓ ഈ പ്രായത്തിലല്ലേ ഇനി സുന്ദരിയാവാൻ, ദേ കണ്ടില്ലേ കൈയൊക്കെ ചുളിഞ്ഞ് മുഖമൊക്കെ ആകെ വൃദ്ധായി പൈസായില്ലേ എന്ന് പറയും. പക്ഷേ മുത്തശ്ശി ചെറുപ്പത്തിൽ സുന്ദരിയായിരുന്നല്ലേ എന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മുഖത്ത് എഴുതി വെച്ചിട്ട്. ഓ പിന്നെ അതെ, അതൊക്കെ ഒരു കാലം, കുടുംബവും കൂട്ടുകുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത്. നിനക്ക് എങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിയാനാണല്ലേ? നിനക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല, ആരുമില്ല. അപ്പോൾ അലീന പറയും, എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുടുംബമുണ്ട്, ബിസിനസ്സുണ്ട്, കാറുണ്ട്, ബന്ധുക്കളുണ്ട് എന്നൊക്കെ പറയും. മുത്തശ്ശി നീ എന്തീ പറയുന്നത്? അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അവരാരാണെന്ന് എനിക്കോ ഞാൻ ആരാണെന്ന് അവർക്ക് അറിയില്ല. ഓ പോടി, നീ വെറുതെ ഓരോന്നൊക്കെ പറയാം. ഞാൻ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചു. എന്താ മുത്തശ്ശി വിചാരിച്ചത്? അതൊന്നും പറയാൻ എനിക്കിപ്പോൾ മനസ്സില്ല. എന്നാലേ നമുക്ക് കുളിക്കാം. അതെ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഈ കുഴമ്പിട്ടായോ എന്ന് പറയട്ടോ. കയ്യിൽ കുഴമ്പിടുന്ന സമയത്ത് പറയും, അതെ ഇന്ന് എൻ്റെ മോള് വരും. ആര് ചോദിക്കും. വൈജ മോള് വരുമെന്ന് പറയും. നാളെ ശിവൻ പോകല്ലേ, അപ്പോൾ അവനെ യാത്ര അയക്കാൻ വരും. പോകുമ്പോൾ നാളെ എന്നെയും കൊണ്ടുപോകും. നാളെ തുടങ്ങി നമ്മൾ രണ്ടുപേര് അവിടെയാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ നിറയാണ്. ഈ സമയത്ത് വൈജയന്തി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കാറിൻ്റെ ഹോണടി കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശി പറയും, ദേ വൈജമോള് വന്നു, എനിക്കറിയാം അവളുടെ കാറിൻ്റെ ഹോൺ, അത് മോള് തന്നെയാണ്, നോക്കിയേ. അപ്പോൾ അവൾ തന്നെയാണോ? അറിയില്ല മുത്തശ്ശി, ഞാൻ കണ്ടില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് പുറത്തേക്കല്ല, സൈഡിൽ ജനലിൻ്റെ അവിടെ വന്ന് നിന്ന് നോക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ വാതിലിൻ്റെ അടുത്തേക്ക് ചെല്ലും. പെട്ടെന്ന് വാതിലിൻ്റെ അവിടത്തുനിന്ന് ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. ഈ സമയത്ത് വൈജയന്തി ഡോറ് തുറന്ന് അകത്തേക്ക് കയറാണ്. ബാക്കിൽ അലീന നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, ഓടി വരുന്നുണ്ട് ബാക്കിൽ. അപ്പോഴേക്കും വൈജയന്തി അകത്തേക്ക് പോകും. അതിനെ ഒരു സൈഡിൽ ചെരിഞ്ഞ് നിന്നിട്ട് ഒളിഞ്ഞ് നോക്കുകയാണ് കേട്ടോ അമ്മയെ. ഒരു നോക്ക് കാണാനായിട്ട് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്. വൈജയന്തിയുടെ സംസാരവും വൈജയന്തി എന്താ ചെയ്യുന്നതെന്നൊക്കെ നീങ്ങി നിന്ന് നോക്കണം. വൈജയന്തി ആണെങ്കിൽ ശിവേട്ട എന്ന് വിളിച്ചിട്ട് ചെല്ലാണ് കേട്ടോ. നീ ഒറ്റയ്ക്കുള്ളൂ, നിൻ്റെ ഭർത്താവേടെ? ഓ അദ്ദേഹത്തിന് എപ്പോഴും തിരക്കാണല്ലോ. അവനേക്കാളും തിരക്കാണല്ലോ നിനക്ക് എന്ന് ശിവൻ പറയുകയാണ്. അതെ, കമലടുത്തി അവിടെ ചോദിക്കും. അപ്പം കമലേ എന്ന് വിളിക്കുകയാണ് കേട്ടോ ശിവൻ. അപ്പോൾ എന്താ ചോദിക്കും. കമല എന്തോ വർക്കലും പൊരിക്കലൊക്കെയാണ് അവിടെ നിന്ന് ശിവൻ പറയും, എനിക്ക് നാളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോഴേക്കും ഒരു ചട്ടൊക്കെ പിടിച്ചിട്ട് കമല വരികയാണ്. എടുത്തി നീ വന്നോ? ബാലേന്ദ്രൻ വന്നില്ലേ? അത് രാത്രി വരും, അത് വറക്കാൻ പൊരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എനിക്കും കൂടെ തരണം കേട്ടോ കുറച്ച് എന്ന് പറയും കേട്ടോ. അത് പറയുമ്പോൾ കമലയുടെ മുഖം ഒന്ന് പോകും. അതിനുശേഷം ഹരിശങ്കർ അവിടേക്ക് വരികയാണ് കേട്ടോ. ആൻറ്റി എന്ന് പറയും കേട്ടോ. ആൻറ്റിയോ? നീ അപ്പച്ചിന്നല്ലടാ ആദ്യം വിളിച്ചിരുന്നത്, ഇപ്പോൾ ഒക്കെ ഫാഷനായി. അപ്പോൾ വൈജയന്തി പറയാം, അതൊക്കെ പഴയ മോഡലല്ലേ, എനിക്ക് ഇങ്ങനെ വിളിക്കുന്നതിനാണ്, നീ ആൻറ്റീന്ന് വിളിച്ചോടാ എന്നൊക്കെ പറയുകയാണേ. ഇതൊക്കെ കണ്ടിട്ട് അലീന പാവം അവിടെ നീങ്ങി നിന്ന് നോക്കുകയാണ് കേട്ടോ. തൻ്റെ അമ്മയുടെ ചിരിയും തൻ്റെ അമ്മയുടെ വർത്താനം ഒക്കെ മാറി നിന്ന് കാണുകയാണ്. അങ്ങനെ ഹരിശങ്കറിനോട് സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നീട് വൈജയന്തി ചോദിക്കണ്ട്, വർക്കൽ പൊരിക്കലൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് എവിടെ നേരം, ഒറ്റയ്ക്ക് എന്നെ ഇതാക്കണ്ടേ. അപ്പോൾ ഇവിടെ ഒരു ജോലിക്കാരി വന്നിട്ടില്ലേ? ജോലിക്കാരി, അവൾ എന്തെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും അമ്മ, അലീനെ മോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളി തുടങ്ങുമെന്ന് കമല പറയുകയാണേ. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അലീന എന്നാണോ അവളുടെ പേര്? അതെ എന്ന് പറയാണ്. അപ്പോൾ തൻ്റെ പേര് തൻ്റെ അമ്മ പറഞ്ഞല്ലോ എന്നിങ്ങനെ ആലോചിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.